ആദായ വിൽപ്പന വരി ആദായ വിൽപ്പന ഓറഞ്ച് ആദായ വിൽപ്പന വരി 3 കിലോ 100 ഇപ്പൊ കൊണ്ടുപോവാ പിന്നെ കിട്ടില്ല വന്നേ 100 രൂപ ഓ ശരി 3 കിട്ടും ചേട്ടാ 1 കിലോ ഓറഞ്ച്. 1 കിലോ വാങ്ങിയാൽ 50 രൂപ ആവും, 3 കിലോ വാങ്ങിയാൽ 100 രൂപ ഉള്ളൂ. എന്നാ 3 കിലോ എടുത്തോ. അതാണ് ആ 100 കൊടുത്തോ. ചേട്ടാ ഈ സഞ്ചിയിലേക്ക് കേട്ടോ. എന്താണെടോ, അല്ലെങ്കിൽ തന്നെ 10 രൂപ കച്ചവടം സമയമാണ്, അതിനിടയിൽ അവൻ്റെ ഒരു തുണിസഞ്ചി. ചേട്ടാ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, അത് നിരോധിച്ചാണ്. ഇത് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. ഞാൻ 10-25 കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട് 5 കൊല്ലമായി കവർ തന്നെ കൊടുക്കുന്നത്. ഇത് ആകെ വിറ്റ 20 രൂപ കിട്ടുക. താൻ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക, അല്ലാണ്ട് പിന്നെ ഞാൻ എന്താക്കാനാ? എന്നാ തൻ്റെ 100. എവിടുന്ന് വന്നടേ? 2025 ഒന്നിനും വിവരം വെച്ചില്ല. ഹലോ ആദ്യമായിട്ടാണോ കുട്ടി ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? ഇതിനു മുമ്പ് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അന്ന് അത്ര കാര്യമാക്കിയില്ല. വീട്ടിൽ മറ്റാർക്കെങ്കിലും ആസ്മയുടെ അസുഖമുണ്ടോ? ഇല്ല സാർ, ഇല്ല. എന്നാൽ ഇത് സാധാരണയായി മലിനമായ പുക ശ്വസിക്കുന്നവരിൽ കണ്ടുവരുന്ന ഒന്നാണ്. എല്ലാ ദിവസവും ഫ്രൂട്ട്സ് കൊണ്ടുവന്ന വലിയ കവറുകളും വീട്ടിലെ മറ്റ് പ്ലാസ്റ്റിക് കവറുകളും മകളെടുത്ത് കത്തിക്കാൻ കൊടുക്കാറാണ് പതിവ്. യെസ്, അത് തന്നെ. തുടർച്ചയായി പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന പുകയാണ് കുട്ടി ശ്വസിക്കുന്നത്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഡയോക്സിൻ, കാർബൺ മോണോക്സൈഡ്, CFC തുടങ്ങിയ വിഷവാതകങ്ങൾ ഉണ്ടാകുന്നു. ഇത് ശ്വസിക്കുന്നത് മൂലം ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ കണ്ടുവരുന്നു. ഇനി ഉണ്ടാവില്ല ഡോക്ടർ, ഞാൻ നിർത്തി. ഇനി പ്ലാസ്റ്റിക് കത്തിക്കില്ല, കൊടുക്കില്ല. ആദായ വിൽപ്പന ഓറഞ്ച് ആദായ വിൽപ്പന ഓറഞ്ച് ഒരു 3 കിലോ ഓറഞ്ച് ആയിക്കോട്ടെ. എപ്പോൾ എടുത്തെന്ന് ചോദിച്ചാൽ മതി. അടിപൊളി നാരങ്ങയാണ്, ഇന്നലെയും കൂടിയില്ല ഇങ്ങനെ. ചേട്ടാ ഇതാ 100. 110 അതെങ്ങനെയാ 3 കിലോ 100 എന്നാണല്ലോ ചേട്ടൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്? ചേട്ടൻ തുണിസഞ്ചി കൊണ്ടുവന്നിട്ടുണ്ടോ? എങ്കിൽ 100 മതി. തുണിസഞ്ചി കൊണ്ടുവന്നിട്ടില്ല. തുണിസഞ്ചി കൊണ്ടു നടക്കൽ എൻ്റെ പണിയല്ല. എങ്കിൽ 110 വേണം. എന്നാൽ തൻ്റെ ഈ ഓറഞ്ച് എനിക്ക് വേണ്ട. ചേട്ടൻ ഓറഞ്ച് വാങ്ങിയില്ലെങ്കിലും എനിക്ക് കച്ചവടം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇനി പ്ലാസ്റ്റിക് സാധനം കൊടുക്കില്ല. മാലിന്യമുക്ത കോഴിക്കോടിനായി നമുക്ക് അണിചേരാം. അഴക് 7 അഴകിലേക്കൻ കോഴിക്കോട്.